സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. സെപ്റ്റംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ആളുകൾ, ഇവർക്ക് പുറമെ കാലങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായിരിക്കുന്ന ഒരു ഗഡു പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ കൂടിയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതമാണ് എത്തിച്ചേരുക. സെപ്റ്റംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടക്കും. തുക ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഉടൻ തന്നെ പെൻഷൻ തുക എത്തിച്ചേരും. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. തൊട്ടടുത്ത ദിവസം തന്നെ സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കൈകളിലേക്കും 1600 രൂപ വീതം ആദ്യഘട്ടത്തിൽ എത്തിച്ചേരും. കുടിശ്ശിക തീർത്ത് വിതരണ നടപടികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി ഉടൻ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കുടിശ്ശിക തീർപ്പാക്കൽ നടപടിയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. കാലങ്ങളോളമായി കുടിശ്ശികയായി കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലെ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മസ്റ്ററിംഗ് പൂർത്തിയായ സാഹചര്യത്തിൽ മസ്റ്ററിംഗിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയ്ക്കും കുടിശ്ശിക തുകയ്ക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല. മസ്റ്ററിംഗ് നടത്തുന്നതിനായി അടുത്ത മാസം 1 മുതൽ 20 വരെയുള്ള കാലയളവിനുള്ളിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകയ്ക്ക് ഇവർക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഇതോടൊപ്പം തന്നെ പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും സെപ്റ്റംബർ മാസത്തിലെ തനത് പെൻഷൻ തുക ഈ ആഴ്ച മുതൽ എത്തിച്ചേരും. പെൻഷൻ, ശമ്പളം, ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ഇന്ന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് നടക്കും. ഫണ്ട് ഇന്ന് എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണ ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ പുറത്തിറങ്ങും. ഉത്തരവ് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വാർത്ത ഉടൻ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.